ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങളുടെ പറമ്പിൽ ഈ കാണുന്ന പറമ്പിൽ ആന ഇറങ്ങി ഗൈസ്. ഒരു ഒറ്റക്കൊമ്പനാണ്. ഒറ്റക്കൊമ്പൻ മീൻസ് 2 കൊമ്പുള്ള ഒരു ആനയാണ്. കുട്ടേട്ടാ, അപ്പം ഞങ്ങളത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ചിറ്റയുണ്ട്, അമ്മയുണ്ട്, ചേട്ടായി ഉണ്ട്, എൻ്റെ കുട്ടേട്ടനും ഉണ്ട്, ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആന ഇതിലാണ് ഇറങ്ങി വന്നിരിക്കുന്നത്, ഇതുവഴിയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. കൂട്ടരാം അമ്മയും ചിറ്റയും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ആനയെ നോക്കാൻ. ഇതിലാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ് ഗൈസ് ഞങ്ങളുടെ ഒരു നിഗമനം. കാരണം എന്താന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതിലിങ്ങനെ ഇറങ്ങി വന്നതിൻ്റെ ഒരു ചെറിയ പാടൊക്കെ ഉണ്ട്. അപ്പോൾ തോന്നുന്ന ഇതിലായിരിക്കും ഇറങ്ങി വന്നേക്കുന്നതെന്നാണ്. ഇതിലിറങ്ങി ഇതിലെ നടന്ന് ഇതിലെ കടന്ന് ഇതിവിടെ നിൽക്കുമായിരുന്നു. അച്ചായി രാത്രി അതിലിങ്ങനെ, അതാണ് ഞങ്ങളുടെ റോഡ് കേട്ടോ, ആ വഴിക്കടെ നേരെ മുകളിലേക്ക് കയറി വൈകിട്ട് ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അതിലിങ്ങനെ കയറി ഇങ്ങനെ പോയപ്പം ഇവിടെ നിന്നൊരു ഒടിയും ഏരിയൊക്കെ കേട്ടു. എന്തോ മൃഗമാണോ ഒന്ന് നോക്കിയേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ചേട്ടായിയും 2 ചേട്ടായിമാരും കൂടിയിട്ട് ഇറങ്ങി വന്ന് നോക്കി. ലൈറ്റ് അടിച്ച് നോക്കിയപ്പം ശംഭു ചേട്ടൻ ആനയെ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പോൾ അതാണ് ഞങ്ങളുടെ കടവ്. അങ്ങനെ ആരും പോവാറുമില്ല, ഇറങ്ങാറുമില്ല, കുളിക്കാറുമില്ല. സോ അതിൻ്റെ അകത്തൊരു പ്ലാവൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ അകത്ത് നിന്ന് ചക്കയൊക്കെ പറിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കടവിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ആന അതിലല്ല കയറിയേക്കെന്ന് തോന്നുന്നു. കാരണം ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിൻ്റെ മുകളിലേക്ക് യാതൊരു അനക്കങ്ങളൊന്നും കാണാനില്ല. അപ്പം ഞങ്ങൾ കടവിലേക്കൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് കടവിലേക്കൊന്ന് ഇറങ്ങി. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ചേട്ടൻ നമ്മുടെ ചക്കനെ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ നമ്മുടെ ചക്കനെ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ തന്നെ ഇവിടെ ഇങ്ങനെ. അതെ, പാറയാണ്. ഇതാണ് നമ്മുടെ കടവ്. ഇതിൽ കേറിയില്ല. അതാനയല്ലെന്ന് പറഞ്ഞത് അടുത്തത്. എന്റെ ദൈവം, ഇതോ ആ അതിപ്പോ അമ്മയും കണ്ടിരുന്ന് തിന്നേക്കണേ. അമ്മയുടെ പറമ്പിൽ നിന്ന് എന്തായാലും ചക്ക പറിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിലെ ചക്ക അങ്ങനത്തെ കളറല്ല. അമ്മ ഞങ്ങളുടെ പറമ്പിൽ ചക്ക മുഴുവനാ വൈകുന്നേരം കറുത്ത പട്ടീനെ കൊണ്ട് വേണ്ടി ഇത്രയും പൊക്കമുണ്ടായിന്. എന്നാ പൊക്കതിന് സെറ്റപ്പായില്ലേ. പക്ഷെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നാൽ ചിലപ്പോ നിന്നോളൂ ആയിരിക്കൂടാ കുഞ്ഞാ. എനിക്കൊരു ആനച്ചൂരൊക്കെ നോക്കാൻ കിട്ടോ. ഇപ്പൊ കൂട്ടുകാരെ ഞങ്ങൾക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആന എവിടെ നിന്ന് കയറി, എവിടെ നിന്ന് ഇറങ്ങി, ഇത് എവിടെ നിന്ന് കയറി എവിടെ നിന്ന് ഇറങ്ങി എന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. ഈ ചക്ക ആന പറിച്ചിട്ടാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ പ്ലാത്തിലെ ചക്കയല്ല. ഈ ചക്ക ആന തുമ്പിക്കരി ചുറ്റിപ്പിടിച്ച് കൊണ്ടുവന്നതാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. സോ ഇത് ഞങ്ങളുടെ പ്ലാത്തേൽ കയറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കണ്ടോ, ഇവിടെ ചവിട്ടി കയറിയിട്ടുണ്ട്. ഇതേ ഇവിടെ ചവിട്ടി കയറിയിട്ടുണ്ട്. പിന്നെ അതെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇതവിടെ ചക്കയൊക്കെ പറിച്ച് തിന്നേൻ്റെ ചക്കക്കുരുവൊക്കെ ഉണ്ട്. അവിടെ ഒരു എകരുണ്ട്. ആ എകരത്തിൽ ചക്ക പറിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട അവിടുത്തെ ചക്ക പറിച്ചിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാം തിന്നിട്ടേക്കും. അത് ആ ചക്കയുടെ നെടുപ്പ്. അമ്മേ
എന്നാലും ആ പുഴ നീന്തി ഇപ്പറ കടന്ന് വന്നേന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഇതാ കാണുന്ന റിസോർട്ട്. ആ റിസോർട്ടിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ ഓടിച്ചു വിട്ടാട്ടോ ഗൈസ് ഇവിടെ നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് അതേപോലെ തന്നെ തിരിച്ച് ഈ പറമ്പിക്കട തന്നെയാണ് അത് ഇറങ്ങിപ്പോയേക്കണേ. നമ്മളെ പേടിപ്പിക്കാൻ ഇതിലാന്ന് തോന്നൂല്ലേ പോയേ. അതില്ലേ അവിടെ വരെ വന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. അവിടെ നിന്ന് വെച്ചാൽ അതെങ്ങോ എതിൽ ഇങ്ങോട്ട് വന്നു എന്നറിയില്ല. നമ്മളെ കണ്ടപ്പോ ഓടിയില്ലേ ചേച്ചി, അതിൽ പിന്നിലായിരിക്കാൻ പോയെ. കുഞ്ഞിന്റെ ഒരു തെളിവില്ല പാറു. വേറെ ഒന്നുമില്ല. സാധാരണ അതിനൊന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവൻ ഡീസൻ്റാന്ന് തോന്നുന്നു. പിന്നെ വേറെ ഇവിടെ ചവിട്ടി വെച്ചിട്ടുണ്ട്. ആനപ്പിണ്ടോ? ആ ഗൈസ് ആനപ്പിണ്ടം ആനപ്പിണ്ടം നമ്മൾ കണ്ട് ഗൈസ്. ആനപ്പിണ്ടം കണ്ട് ഗൈസ്. ചക്കക്കുരു ഉണ്ട് ഗൈസ്. ചക്കക്കുരു ആനപ്പിണ്ടം. ഇതിലേക്ക് ഇതിലേടി പോയേക്കണത്. നമ്മൾ ആനപ്പിണ്ടം ഇതിലെ പോയി ഗൈസ്. ഞങ്ങൾ ആന വന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ആന പറിച്ചിട്ട് ചക്ക കണ്ടു. പിന്നെ അവിടെ ആനപ്പിണ്ടം കണ്ടു. അപ്പം ഇനി ഇന്ന് വരുമോയെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. കാരണം പ്ലാത്തയിൽ ഇനിയും ചക്ക കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വന്ന വഴി തന്നെയാണ് തിരിച്ചിറങ്ങി പോയേക്കുന്നത്. അപ്പോൾ ആനക്കുട്ടൻ വന്ന വഴി തന്നെയാണ് തിരിച്ചിറങ്ങി പോയേക്കണേ. ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് ഇനി ഇന്നും വരുമോയെന്ന്. ഇന്ന് വരുന്നുണ്ടെങ്കിൽ ഇന്നും കാണാം ഗൈസ്. ആന ഞങ്ങൾ ജസ്റ്റ് വീടിൻ്റെ സൈഡിൽ ഒന്ന് നിന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു പാടിയൊക്കെ ഉണ്ടാക്കി. അത് ഈ പറമ്പിൻ്റെ വഴിക്ക് ഞങ്ങൾ എങ്ങനെ രാത്രി ഇവിടെ വന്നിരിക്കും? ഇതാട്ടോ ഗൈസ് ഞങ്ങളുടെ വീട്. ഇവിടുന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് അങ്ങോട്ട് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാണ് സാധനത്തിൻ്റെ കട്ടിയാണ് താമസിക്കുന്നത് കേട്ടോ ഈ വീട്ടിൽ. അപ്പം ചാച്ചൻ ബാക്കിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തൊടിയും ചേരും കേട്ടു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആന ഇവിടെ നിൽക്കായിരുന്നു. ഞങ്ങളകത്ത് കയറി കഥ കടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചൻ വിളിച്ചു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നങ്ങ് പോയി ഗൈസ്. അങ്ങോട്ട് പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ആന ചവിട്ടി പൊട്ടിച്ചാട്ടോ നമ്മുടെ ഇവിടെ കാട്ടിൽ പറമ്പിൽ വന്ന ആന ഇന്നലെ ചവിട്ടി പൊട്ടിച്ചാട്ടോ നമ്മുടെ പൈപ്പ്. നമ്മുടെ ടാങ്കിൽ നമ്മൾ മോട്ടർ അടിക്കുന്ന പൈപ്പ് ചവിട്ടി പൊട്ടിച്ചാണിത്. അപ്പം ഞങ്ങളത് നന്നാക്കാൻ വേണ്ടി പോട്ടെ. അതെടുക്ക്. ചേട്ടയും ചേച്ചിയും കൂടെ ഇവിടെ ഇതല്ലേ അത് ചേട്ടൻ ചേച്ചി അവിടെ പൈപ്പ് ശരിയാക്കാൻ നിൽക്കുകയാണ്. ആന ചവിട്ടി ഗൈസ്. ഞങ്ങൾ വൈകിട്ട് പുഴയിൽ കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. അന്നേരം ശേഷം വ്ളോഗ്. ഇന്നലെ ഇൻട്രോ നിർത്തില്ലാട്ടോ, ഞാൻ തലി കുലിങ്ങി ഗൈസ്. അവിടെ ചക്ക നമ്മുടെ പറമ്പിൽ ആന എറിയുന്ന ഇന്ന് പാറു പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇതെവിടെ പ്ലാവിൽ ചക്കയുണ്ട് ഗൈസ്. ആ പ്ലാവിലെ ചക്കയാണോ അപ്പൊ ഗൈസ് ആന പറിച്ച് അവിടെ കൊണ്ടിട്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. കം ഓൺ. അതെ ഗൈസ്, ആനപ്പിണ്ടത്തിലെ ചക്കക്കുരു പുതിയ വ്ളോഗാണ് ഗൈസ്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 5:04. അമ്മയുടെ വക പഴംപൊളി, കട്ടൻ ചായയും പഴംപൊളി അമ്മയുടെ വക. ഞങ്ങളിവിടെ ഭയങ്കര പരിപാടിയിലാണ്. ഞങ്ങളല്ല ഇവിടെ
ഇന്നലെ ആന വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലൈറ്റ് മാറ്റി വെക്കൽ, വേറെ ലൈറ്റ് ഇടൽ പരിപാടികളിലാണ്. എന്താ നമ്മുടെ കുട്ടേട്ടൻ കയറി അപ്പുറം മണ്ടയ്ക്ക് നിൽക്കുന്നു. ചേച്ചിയാണ് ഇവിടെ തകൃതിയായി മിറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുട്ടേട്ടൻ മരം വെട്ടുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് ഒരു ലൈറ്റ് ഇടാൻ പോകണം ഗൈസ്. ഇവിടെ ലൈറ്റ് ഉണ്ട്, അവിടെ ഓൾറെഡി ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഈ കമ്പയിലാണ് കിടന്നത്. അത് നേരെ ആ കമ്പയിലേക്ക് നീട്ടിയിട്ട് വഴി കാണാൻ പാകത്തിന് ഇടാൻ പോവുകയാണ്. സമയം നീളുന്തോറും ഞങ്ങളുടെ ഉള്ളിലെ തീ ആളി കത്തുകയാണ്. ആളി ഞങ്ങളെല്ലാവരും കൂടി പുഴയിൽ പോയി. അവിടെ ഒരു മരം പറിച്ചു. ഞങ്ങൾ പുഴയിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് മിറ്റടിക്കുന്നു. അമ്മ അടുക്കളയിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കുന്നു. അവരവിടെ മരം വെട്ടി നോക്കുന്നു, ലൈറ്റ് ഇടുന്നു, ആനയെ ഓടിക്കുന്നു. അതെ, കുഞ്ഞു അവിടെ അത് നോക്കി നിൽക്കുന്നു. ഞാനിവിടെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇപ്പം സമയം 9:30 ആവുന്നു. പേടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പേടിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഇട്ടിരിക്കുന്നത്. അമ്മയ്ക്ക് പേടിയുണ്ടോ? അമ്മേ പേടിയുണ്ടോ? പേടിയുണ്ടോ? ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇന്നലെ കാണാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. ചേട്ടാ ഇവിടെ ഭയങ്കര പടമലയിലാണ്. ചേട്ടാ ഇവിടെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പടം എങ്കിൽ പോലും നന്നായി വരയ്ക്കും ഗൈസ്. നമ്മൾ നാളെ ഇത് പൂർത്തിയാക്കും ഗൈസ്. അപ്പോൾ നാളെ പൂർത്തിയാക്കിയതിന് ശേഷം നമുക്കിനി പടം കാണാം. ഇവിടെ ഷേക്ക് ഉണ്ടാക്കി, ഞങ്ങൾ ഷേക്ക് ഉണ്ടാക്കി കുടിക്കണം ഗൈസ്. ചേട്ടായി മറ്റേ അമ്മയൊക്കെ ചോറുണ്ട് കഴിഞ്ഞു. അതെ, ഷേക്ക് കുടിക്കാണ്. അതിനിടയ്ക്ക് കുഞ്ഞു ഒന്ന് കുറച്ചു. അപ്പം അത് കാരണം ഇവിടെ അച്ചായി എല്ലാവരും ഇറങ്ങി നോക്കാം കേട്ടോ. കുഞ്ഞു ഇങ്ങനെ പറമ്പിലേക്ക് നോക്കി കുറയ്ക്കുന്നുണ്ട്. കണ്ടാ അച്ഛന് ലൈറ്റ് ഉണ്ടാണ് പോലെന്ന് പറ. പാത്രമല്ലോ ചോറ് എടുക്കാൻ പോണു. കുഞ്ഞുന് ചെറിയ ഷേക്ക് കുടിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വീഡിയോ ഒന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ അവിടെ അനക്കങ്ങളും കാര്യങ്ങളും നമ്മൾ കേട്ടില്ല. നമ്മുടെ കുഞ്ഞ് നൈസായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്, ആ കിടക്കാണ്. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അവിടെ അച്ഛയും അമ്മച്ചിയും ചേച്ചിയൊക്കെ എല്ലാവരും ചോറുണ്ടാവും. എനിക്ക് ചുമ വയ്യാത്ത ചോറുണ്ടാവും. എനിക്ക് വേണ്ട, ചെറിയ കഴിക്കാൻ പോവാണ്. സോ നമുക്കിനി ഈ ഒരു വ്ളോഗുമായിട്ട് നടക്കണം.